പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ കലുഷിതമാകുന്നതിനിടെ ലബനനിലെ ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ നയീം ഖാസിമിന്റെ അനന്തരവനും പേഴ്സണൽ സെക്രട്ടറിയുമായ അലി യൂസഫ് ഹർഷിയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഇതിനിടെ താൽക്കാലിക വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുകയും ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്തതോടെ അമേരിക്ക കടുത്ത നിലപാടുമായി രംഗത്ത് വന്നു. കരാർ പാലിച്ചില്ലെങ്കിൽ ലോകം കണ്ടിട്ടില്ലാത്ത വിധം ശക്തമായ ആക്രമണം നടത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ബുധനാഴ്ച രാത്രി ബെയ്റൂട്ടിലെ തള്ളൈറ്റ് ഖയാത്ത് മേഖലയിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് അലി യൂസഫ് ഹർഷി കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഹസൻ നസ്രള്ള കൊല്ലപ്പെട്ടതിനു ശേഷം ഹിസ്ബുള്ളയുടെ തലവനായി ചുമതലയേറ്റ നയീം ഖാസിമിനെ തന്നെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഹർഷിയുടെ മരണവാർത്ത സംബന്ധിച്ച് ഹിസ്ബുള്ള ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും തന്നെ നൽകിയിട്ടില്ല. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് എന്നിവിടങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയെന്നാരോപിച്ചാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത്. ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കിയ ട്രംപ് കരാർ നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കുന്നതുവരെ അമേരിക്കൻ സൈന്യം പേർഷ്യൻ ഗൾഫ് മേഖലയിൽ തുടരുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തന്റെ സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച സന്ദേശത്തിൽ ട്രംപ് ഇങ്ങനെ കുറിച്ചു: യഥാർത്ഥ കരാർ പൂർണ്ണമായും നടപ്പിലാക്കുന്നതുവരെ ഇറാനിലും പരിസരത്തും എല്ലാ US കപ്പലുകളും വിമാനങ്ങളും സൈനികരും തുടരും. ഇതിനകം തകർക്കപ്പെട്ട ശത്രുവിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ ആവശ്യമായ ആയുധങ്ങളും മറ്റ് സജ്ജീകരണങ്ങളും സൈന്യത്തിന്റെ പക്കലുണ്ടാകും. ഏതെങ്കിലും കാരണവശാൽ കരാർ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ശക്തമായ ആക്രമണം ആരംഭിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി തന്നെ തുറന്നു കൊടുക്കുമെന്നും നേരത്തെ തന്നെ ധാരണയായതാണെന്ന് ട്രംപ് ഓർമ്മിപ്പിച്ചു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാനുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ ബുധനാഴ്ചയാണ് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുക എന്ന നിബന്ധനയിൽ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ആക്രമണങ്ങൾ അവസാനിപ്പിച്ചാൽ പ്രത്യാക്രമണം നിർത്താമെന്ന് ഇറാനും അന്ന് വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലിന്റെ നടപടികളും ഇറാന്റെ കരാർ ലംഘനങ്ങളും അമേരിക്കയുടെ കടുത്ത മുന്നറിയിപ്പുകളും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആഴം കൂട്ടുകയും വൻ ശക്തികളുടെ നേരിട്ടുള്ള ഇടപെടലുകളിലേക്ക് നയിച്ചേക്കാവുന്ന സാഹചര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇറാൻ അമേരിക്ക വെടിനിർത്തൽ കരാർ തകർച്ചയുടെ വക്കിലെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ലബനനിൽ ഇസ്രായേൽ നടത്തിയ അതിശക്തമായ ബോംബാക്രമണങ്ങളും ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും മേഖലയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിൽ ആഴ്ത്തിയിരിക്കുന്നു. മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന് ആരോപിച്ച് ഇറാൻ ഉടമ്പടിയിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്.